നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്നേ വെണ്ടയ്ക്ക കിച്ചടിയാണ്. ഇത് ആകാശിന്റെ പിറന്നാളിലും മേടിച്ച പച്ചക്കറിയുടെ ബാക്കികളാ. അപ്പൊ കുറച്ച് വെണ്ടയ്ക്കുള്ളൂ. അപ്പൊ അത് വീട്ടിൽ കൂട്ടാൻ വെച്ചിട്ടില്ല. തീരണ്ടേ വെച്ചിട്ട് എത്ര ദിവസം ഇന്നേന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്നലെ എന്തുണ്ടാക്കി? പറഞ്ഞാൽ 3-ാം തീയതി 4, 5, 6, 7, 8, 9 6 ദിവസമായിട്ട് പഴയത് കഴിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാലേ 6 ദിവസമായിട്ട് പഴയത് വെച്ചു. ഇതിൽ എത്ര ദിവസം നമ്മൾ ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ പോയി, എവിടേക്കോ പോയി. ഇന്നലെ എന്താ ഉണ്ടാക്കിയ? മത്തങ്ങ പുളിങ്കറിയും ക്യാബേജ് തോരനും ഉണ്ടാക്കി. അത് വീട്ടില് പണിക്ക് ആളുകൊണ്ട് ഉണ്ടാക്കിയാണെങ്കിൽ ഞങ്ങൾ പിന്നെയും പഴയത് കഴിക്കേണ്ടത്. പിന്നെ മിനിഞ്ഞാന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കി. അതും പണിക്കാരുള്ളതുകൊണ്ട് ഉണ്ടാക്കി. അല്ലെങ്കിൽ ഇതും കൂട്ടി കഴിച്ചു. അവനവനും ഉണ്ടാക്കാലോ, ഞാൻ തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നെ ഉണ്ടാക്കണം. ഒരു കാര്യമില്ല. എന്ത് കാര്യമുണ്ട്? കേട്ടല്ലോ അല്ലേ? ഇതാണ് ഇവിടുത്തെ കാര്യം. സ്വന്തം വീട്ടിൽ എങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. എന്ത് നിങ്ങൾ മനസ്സിലാക്കാതെ പണിയെടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഈ കണ്ണി ഇരിപ്പുണ്ടല്ലോ, ഈ ഒരു ഇരിപ്പ് മാത്രമേ അമ്മ ഇരുന്നിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ കൊണ്ടേ കൊടുത്തതാണ്. അമ്മേ ഈ നാളികേരം വായ മൂട് വെണ്ടക്കാരെടുത്തന്നെ വെണ്ടക്ക സുമേച്ചി. അമ്മേ ശരി. കായാരെടുത്തന്നെ? കായന്റെ മോള്. ചോറാരാ വാർക്കാൻ പാത്രമൊക്കെ എടുത്തന്നെ? ചോറ് വാർക്കാൻ ഞാൻ തന്നെയാ പാത്രം എടുത്തേ. ആരോടെ കൊണ്ടുവച്ചേ? അവിടെ വാർത്ത് വെച്ച പാത്രം ഇവിടെ കൊണ്ടുവച്ചു. അതാണ് പറയുന്നത്. അടുക്കള തുടച്ചിട്ടെ? നാളികേരം എടുത്തു തന്നെ ഫ്രിഡ്ജിന്ന്. എന്താണെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് കൽപ്പിക്കലുണ്ടായിരുന്നുള്ളൂ. ഒക്കെ ഞാൻ ഈ ചോറ് വെച്ചതും വാർത്തതും ഒക്കെ ആരാ? ഒക്കെ ചെയ്ത എന്നെ വേണം പറയാൻ. ചോറ് വെച്ചതും വാർത്തതും ആരാ? അമ്മ. വച്ചത് അമ്മ, വിടുത്തത് അമ്മ, കൂട്ടാൻ വെച്ചത് അമ്മ, കഴിക്കണതും അമ്മ. എന്നൊരു കാര്യം ചെയ്യേ, നീ തന്നെ അങ്ങോട്ട് ചെയ്തോ, ഞാൻ ഇവിടെ ഇരിക്കാം. അമ്മ ഉണ്ടാക്കമ്മ. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. ഈ വെണ്ടക്കൊക്കെ ഇച്ചിരി എങ്ങനെ ഉണ്ടാക്കണം? ഇതു പറഞ്ഞേ. തൈരൊക്കെ ചേർത്ത് നാളികേരൊക്കെ പറയൂ. എനിക്ക് വെണ്ടയ്ക്ക് ആദ്യം വളവളാന്ന് കാണിക്കാം. വളവളാന്ന് കാണിക്കണം. അതിന്റെ വളവളപ്പെന്ന് പറഞ്ഞാ വേണ്ടേ? അമ്മ പറ. ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അമ്മയ്ക്ക്, പറഞ്ഞൂടെ? അപ്പൊ വെണ്ടക്കൊക്കെ ഇച്ചിരിയാ. വെണ്ടക്കൊക്കെ ഇച്ചിരി സദ്യക്കാവുമ്പോ ഞാനിങ്ങനെ ഇങ്ങനെയല്ലേ വെക്കാം. നമ്മള് വച്ചോടത്തിരിക്കും. ഇന്ന് ഒഴിച്ചു കൂട്ടാൻ പോലെ വെക്കണത്. അതിന് മോര് കൂട്ടാൻ പോലെ ഇത്തിരി നീണ്ട തന്നെ ഇരിക്കട്ടെ. പിന്നെ കായ 2 ഉണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു 2 കായം കൊണ്ടൊരു ഉപ്പേരിയും ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് അടുക്കളയിലേക്ക് പോവാം. അതിനു മുമ്പേ കറണ്ട് വന്നും പോയിരിക്കണ്ട. ആദ്യം നാളികേരം ഒന്ന് അരച്ചു വെക്കട്ടെ കേട്ടോ. നാളികേരവും ഇത്തിരി കടുകും പച്ചമുളകും. എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇവിടെ എരിവ് കുറച്ച് മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് അരച്ചു വെക്കട്ടെ ആദ്യം. അരച്ചു വെച്ചു. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അത് നല്ലപോലെ ചൂടാവട്ടെ. നമ്മുടെ ഇവിടെ കിച്ചടി എന്ന് പറയുന്നത് പല സ്ഥലത്തും പച്ചടി എന്നായിരിക്കും പറയണ്ടാവുക. വെള്ള കളറിലെ കടുക് അരച്ചിട്ടുള്ള കൂട്ടാൻ. നമ്മുടെ ഇവിടെ അതൊക്കെ കിച്ചടിയാണ്. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടി. പച്ചമുളക്, വെണ്ടയ്ക്ക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. ഇവിടെ വെണ്ടയ്ക്ക, പാവയ്ക്ക, വെള്ളരിക്ക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. പാവയ്ക്ക ആകുമ്പോൾ ഒരു ചെറിയ കയ്പ് സ്വാദും കൂടെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഞാന് കിച്ചടി വെക്കുമ്പോ ഒരിക്കലും അത് ജീരകം അരയ്ക്കാറില്ല. എനിക്കെന്തോ ജീരകം അരയ്ക്കുമ്പോ ഒരു പച്ചടിയോ നമ്മുടെ നാട്ടിലൊരു കിച്ചടിയാണ്, പല നാട്ടിലൊരു പച്ചടിയാണ്. അപ്പോ എന്താ ഞാൻ പറയാൻ വന്നേ? ജീരകം അരയ്ക്കുമ്പോ ഒരു മോര് കൂട്ടാന്റെ ഒരു സ്വാദ് കയറി വരണ പോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല. ഈ വക കൂട്ടാനുകളൊക്കെ ചിറ്റമാരുണ്ടാക്കണ കണ്ടിട്ടാണ്. എന്റെ എല്ലാ പാചകങ്ങളും ചിറ്റമാരുടെ പഠിച്ചിട്ടുള്ള പാചകങ്ങളാണ്. നമുക്ക് അരച്ചത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇതൊന്ന് വെള്ളം വറ്റി ഡ്രൈ ആവണം. എന്നിട്ട് മോരടിച്ചിട്ട് അതിൽ ചേർക്കുക. അത്രേ ഉള്ളൂ പണി. അത് തൈരിങ്ങനെ വെറുതെ ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ചേർത്ത് കഴിഞ്ഞാല് നമുക്കിങ്ങനെ സ്പൂണിൽ വിളമ്പണ പോലെ എടുക്കാം. അത് തന്നെ ഒന്ന് മോരാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ച് ഒഴിക്കണ പോലെ ആക്കാം. നമുക്കിവിടെ ഇപ്പൊ ഒന്ന് ഒഴിക്കണ പോലെയാണ് വേണ്ടത്. ഇവിടെ കണ്ണേട്ടന് തൊട്ടുകൂട്ടാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചോറിൽ ഒഴിച്ചു കൂട്ടാൻ വേണം. ചോറ് ഉണങ്ങിയിരിക്കുന്നത് താല്പര്യമില്ല, ഒഴിക്കണ കൂട്ടാനാണ് നിർബന്ധമായിട്ട് ആവശ്യമുള്ളത്.
തൊട്ടുകൂട്ടാനില്ല, നമുക്കിപ്പോ ഒരു ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ട മുളകോ ഒക്കെ ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും മിക്സ്ചർ കൊടുത്താലും സന്തോഷ, പരിപ്പോട കൊടുത്താൽ സന്തോഷ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വാശികളില്ല. പക്ഷെ ഒഴിക്കണ കൂട്ടാൻ വേണം. ചോറ് ഇങ്ങനെ കുഴക്കാൻ പറ്റണല്ലോ, നനഞ്ഞ് വരണം. മെഴുക്കുരട്ടികൾ മാത്രം കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഓരം മാത്രം കൂട്ടിയിട്ട് ഉണ്ടാകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആകാശനും ഇതൊന്നും പിന്നെ അങ്ങനെയൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും അവരതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഇത് വറ്റി നല്ലപോലെ വെള്ളമൊക്കെ വെച്ച് ഡ്രൈ ആയി. നമുക്കിത് ഓഫ് ചെയ്തിട്ട് അടിച്ചു വെച്ച മോര് ചേർക്കാം. അപ്പൊ നമ്മുടെ കിച്ചടി റെഡി ചെയ്താൽ നോക്കൂ, ഇത്രയേ ഉള്ളൂ പണി. ചിറ്റ ചിലപ്പോ മോരൊന്ന് തലക്ക പുളി ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ എനിക്കതെന്തോ ഇഷ്ടമില്ല. ഞാൻ ഇത്രേ ചെയ്യാറുള്ളൂ. ഇന്നത്തെ പുളിങ്കറി കുറച്ചിരിക്കുന്നുണ്ട്. ഇന്നത്തെ കൂട്ടാൻ ഇതാണ്. കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. കായ ഇത്തിരി കുഴഞ്ഞ പോലത്തെ മെഴുക്കുവരട്ടിയാണ് എനിക്കിഷ്ടം. സുമേച്ചി വല്ലപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിൽ അതിങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വെറുതെ കിടക്കും, അതെനിക്കിഷ്ടമല്ല. ഇനി അതും കൂടെ ഉണ്ടാക്കട്ടെ. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.